വാർത്തകൾ വിശദമായി. ലൈഫ് മിഷൻ കോഴക്കേസ് സഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം. സഭാ സമ്മേളനത്തിന്റെ പേരിൽ CM രവീന്ദ്രൻ ഇഡിക്ക് മുന്നിൽ ഹാജരാകാത്തതും ഉന്നയിക്കും. ഇന്ധന സെസ്സിന് എതിരായ പ്രതിഷേധവും തുടരും. വിശദാംശങ്ങളുമായി ശരത്ത് ചേരുന്നുണ്ട്. ശരത്, ലൈഫ് മിഷൻ കോഴക്കേസ് ഇന്ന് സഭയിൽ അടിയന്തര പ്രമേയമായി ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. അതുപോലെ തന്നെ ഇന്ധന നികുതി വർധനയിൽ പ്രതിഷേധം ശക്തമാക്കുകയാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ആതിര, സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ ലൈഫ് പദ്ധതിയിൽ അന്വേഷണ ഏജൻസികൾ അഴിമതി കണ്ടെത്തിയ സാഹചര്യം സർക്കാരിനെതിരെ പ്രധാനപ്പെട്ട ഒരു ആയുധമായി ഉപയോഗിക്കാൻ തന്നെയാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. സഭയിൽ ഈ ലൈഫ് മിഷൻ കോഴ ഇടപാട് വിഷയം അടിയന്തര പ്രമേയമായി കൊണ്ടുവരാനാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. പ്രതിപക്ഷത്തു നിന്ന് മാത്യു കുഴൽനാടൻ MLA ആയിരിക്കും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുക. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ഈ കോഴ ഇടപാടുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാവുന്ന സാഹചര്യം, അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയെ ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിന് വേണ്ടി ED വിളിച്ചു വരുത്തിയിരിക്കുന്ന സ്ഥിതി, ഈ രണ്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് കോഴ ഇടപാടിൽ മുഖ്യമന്ത്രിക്ക് തന്നെ പങ്കുണ്ട് എന്ന രീതിയിലേക്ക് ആരോപണം കടുപ്പിക്കാനാണ് ഏതായാലും പ്രതിപക്ഷം ലക്ഷ്യമിടുന്നത്. 9 കോടി രൂപയുടെ അഴിമതി നടന്നു എന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. 2019 UAE റെഡ് ക്രസന്റും അതുപോലെ തന്നെ ലൈഫ് മിഷനും തമ്മിൽ ഒരു കരാർ ഒപ്പുവെച്ചിരുന്നു. വടക്കാഞ്ചേരിയിൽ 140 ഫ്ളാറ്റ് സമുച്ചയങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയായിരുന്നു ആ കരാർ ഒപ്പുവെച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ 140 ഫ്ളാറ്റുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി യൂണിടാക്കിനാണ് നിർമ്മാണ കരാർ ലഭിച്ചത്. യൂണിടാക്കിന് ഈ നിർമ്മാണ കരാർ ലഭിക്കുന്നതിനായി കോഴ ഇടപാട് നടന്നു എന്നുള്ളതാണ് കേസ്. ആ കോഴയുടെ അത്തരത്തിൽ കോഴ ലഭിച്ചതിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉണ്ട് എന്നാണ് സ്വപ്ന സുരേഷ് തന്നെ മൊഴി നൽകിയത്. അതോടൊപ്പം ഇപ്പോൾ CM രവീന്ദ്രൻ, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനും പങ്കുണ്ട് എന്ന നിലയിൽ സ്വപ്നയും മൊഴി നൽകിയിട്ടുണ്ട്. ഇത് സാധൂകരിക്കുന്ന രീതിയിലുള്ള CM രവീന്ദ്രന്റെ വാട്സാപ്പ് സന്ദേശങ്ങൾ, ഈ ഇടപാട് CM രവീന്ദ്രന് അറിയാമായിരുന്നു എന്ന സൂചന നൽകുന്ന വാട്സാപ്പ് സന്ദേശങ്ങൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ തന്നെ സഭയിൽ ഉന്നയിച്ച് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനാണ് പ്രതിപക്ഷം ലക്ഷ്യമിടുന്നത്. അന്വേഷണം ED മാത്രമാണ് നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നത്. നേരത്തെ വിജിലൻസ് ഒക്കെ തന്നെ ഇത് സംബന്ധിച്ചിട്ടുള്ള പരിശോധനയും അന്വേഷണവും ഒക്കെ നടത്തിയിരുന്നെങ്കിലും അത് നിലച്ച മട്ടാണ്. അത്തരത്തിൽ ആരെയൊക്കെയോ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് വിജിലൻസിന്റെ അടക്കം അന്വേഷണം ഇപ്പോൾ നിലച്ചിരിക്കുന്നത് എന്നുള്ള ആരോപണവും പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കും. അതോടൊപ്പം തന്നെ CM രവീന്ദ്രന് മുഖ്യമന്ത്രി സംരക്ഷണം ഒരുക്കുന്നു, അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ ഹാജരാകാൻ പോലും തയ്യാറാകാതെ നിൽക്കുന്ന CM രവീന്ദ്രന് മുഖ്യമന്ത്രിയാണ് സംരക്ഷണം ഒരുക്കുന്നത് എന്ന നിലയിലും വിമർശനം ഉന്നയിക്കാനാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം KPCC അധ്യക്ഷൻ K സുധാകരൻ തന്നെ മുഖ്യമന്ത്രിയാണ് ഈ CM രവീന്ദ്രനെ അദ്ദേഹത്തിന്റെ ചിറകിനിടയിൽ ഒളിപ്പിച്ചിരിക്കുന്നത് എന്ന രീതിയിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. അത് സഭയിലും ആവർത്തിക്കുക എന്നത് തന്നെയാണ് പ്രതിപക്ഷം ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ ദിവസം ഇന്ധന വില വർധനയുമായി ബന്ധപ്പെട്ട്, അതോടൊപ്പം തന്നെ പോലീസ് നടപടിയുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വലിയ പ്രക്ഷുബ്ധമായി മാറുന്ന സാഹചര്യമാണ് സഭയ്ക്കകത്തുണ്ടായത്. സമാനമായ സാഹചര്യം ഇന്നും സഭയിൽ ഉടലെടുക്കാൻ തന്നെയാണ് സാധ്യത കാണുന്നത്. വ്യക്തമാണ് ശരത്. ലൈഫ് മിഷൻ കോഴക്കേസ് സഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം. സഭാ സമ്മേളനത്തിന്റെ പേരിൽ CM രവീന്ദ്രൻ EDക്ക് മുന്നിൽ ഹാജരാകാത്തതും ഉന്നയിക്കും. ഇന്ധന സെസ്സിനെതിരായ പ്രതിഷേധവും തുടരും. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും ശരത്.